രാധേ രാധേ, ഗുഡ് മോർണിംഗ്. ഗൂഡല്ലൂരിൽ നിന്നൊരു മലയാളി വീട്ടമ്മ എന്നെ വിളിച്ചിരുന്നു. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സാറേ, എൻ്റെ ചേച്ചിയുടെ മോനെ ഞാൻ എൻ്റെ വീട്ടിൽ നിർത്തി സ്വന്തം മകനെ പോലെയാണ് പഠിപ്പിച്ചത്. ഒടുവിലാണ് ഞാൻ അറിഞ്ഞത് അവൻ എൻ്റെ മകളെ കൊച്ചിലെ തൊട്ടേ അവൻ പീഡിപ്പിക്കുമായിരുന്നു സാറേ. എൻ്റെ നെഞ്ച് തകർന്നുപോയി. പിറവത്ത് നിന്ന് 24 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു അനിയത്തിയുമുണ്ട്. ആ പെൺകുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു, ചെറുതിലേ തൊട്ട് തന്നെ അവരുടെ മാമൻ, അമ്മയുടെ സ്വന്തം അനിയൻ, അവരെ പീഡിപ്പിക്കുമായിരുന്നു. മുതിർന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ മാമനോട് ഇപ്പൊ വെറുപ്പാണ്. ആ മാമൻ വീട്ടിൽ വന്നാൽ അവർ മിണ്ടാറു പോലുമില്ല. എങ്കിലും അയാൾ വരും, എന്താ നിങ്ങൾക്ക് എന്നോട് പിണക്കമെന്നും ചോദിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല? അത് അമ്മയുടെ അടുത്ത് പറയാൻ ഞങ്ങൾക്കൊരു പേടി. ഒരുപക്ഷെ അമ്മ വിശ്വസിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ അമ്മയും മാമനും തമ്മിൽ വലിയ വഴക്കുകൾ, പ്രശ്നങ്ങൾ ഉണ്ടായാലോ. ഓർമ്മിക്കുക, ബന്ധുക്കൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ പെൺമക്കളെ വളരെ ശ്രദ്ധിക്കണം. അവരുടെ പുറത്തൊരു കണ്ണ് വേണം, അല്ലാതെ അവരുമായി സ്വതന്ത്രമായി ഇടപെടാൻ അനുവദിക്കരുത്. അത് മുറയ്ക്ക് ബ്രദറല്ലേ, അല്ലെങ്കിൽ എൻ്റെ മാമൻ്റെ മോനല്ലേ, പിള്ളാരല്ലേ, കളിച്ചു വളരട്ടെന്ന് വിചാരിക്കരുത്. പിന്നീട് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ആ ബന്ധുക്കൾ വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ചേച്ചി അല്ലെങ്കിൽ ആൻറ്റി, ഞങ്ങൾ ഇവായിട്ടൊന്ന് പുറത്തോട്ട് പോയിട്ട് വരട്ടെ. വിടരുത്, പോകാം, നിങ്ങളും കൂടെ പോവുക. നിങ്ങളുടെ ഒരു കണ്ണ് അവരുടെ പുറത്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഭർത്താവിൻ്റെ അനിയൻ, ഭർത്താവ് ദൂരെ എവിടെയെങ്കിലും പോകുമ്പോൾ ഭർത്താവിനെ വിളിച്ചിട്ട് പറയും, അണ്ണാ, ഞങ്ങൾ ചേച്ചിയെയും കൊണ്ടും മക്കളെയും കൊണ്ട് ഇന്നടുത്ത് പൊക്കോട്ടെ. ആ പാവം പറയും പൊക്കോളാൻ. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഈ അനിയനും ആ ഭാര്യയും തമ്മിൽ അടുപ്പത്തിലായി. ആ കുടുംബമാകെ തകർന്ന് തരിപ്പണമായി പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബന്ധുക്കള് വരുമ്പോൾ നിങ്ങളൊക്കെ അവരുടെ പുറത്തൊരു കണ്ണ് വെച്ചേക്കണേ. അതേ കണക്ക് ഇന്നത്തെ പെൺകുട്ടികളുടെ ഒരു ഫാഷനാണ് ബ്രോ, ദ മോസ്റ്റ് ഡേഞ്ചറസ് മാൻ. വളരെ സൂക്ഷിക്കണം. സ്വന്തം ബ്രദറിന് മാത്രമേ ബ്രദർ ആകാൻ പറ്റൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രദറുമായി ഒരു മുറിയിൽ കിടക്കാം, ഈ മുറയ്ക്കുള്ള ബ്രദറുമായിട്ട് ഒരിക്കലും കിടക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ഞാനൊരു കുടുംബത്തെ കണ്ടതാണ്. അവർ ഡൽഹിയിൽ താമസമാക്കിയാണ് മലയാളികൾ. അവിടെ രാഖി കെട്ടിയെന്നും പറഞ്ഞ് 3 ഹിന്ദിക്കാരന്മാരുമായിട്ട് വന്നു. അവർ കാണിച്ചു കൂട്ടുന്നത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിക്കുക, പെൺകുട്ടികളുള്ള വീട്ടിൽ ബന്ധുക്കൾക്കും മറ്റു പുരുഷന്മാർക്കും അമിത സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കരുത്. അവരുടെ പുറത്തൊരു കണ്ണ് വേണം. ദീർഘകാലം നിങ്ങളുടെ വീട്ടിൽ ഒരു ബന്ധുവിനെ നിർത്തി നിങ്ങൾ പഠിപ്പിക്കരുത്. നിങ്ങളുടെ പെൺമക്കൾക്ക് അത് ദോഷം ചെയ്യും. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.